മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള നിർണായക ചർച്ച ഇന്നിപ്പോൾ ഡൽഹിയിൽ നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുമായി ഹൈക്കമാൻഡ് ഇന്ന് ചർച്ച നടത്തും. കേരളത്തിലെത്തിയ നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് ചർച്ച രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നത്. മുഖ്യമന്ത്രിയെ വേഗം തീരുമാനിക്കണമെന്ന നിരീക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചത്. ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് എന്നിവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം ധനസുമോദിലേക്കാണ്. സുമോദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഡൽഹിയിലെത്തുമ്പോൾ KPCC അധ്യക്ഷൻ കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരു രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കുന്നു. അത് തന്നെ ഇപ്പോൾ AICC നിരീക്ഷകർ MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചർച്ച എന്നറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയാണ് KC വേണുഗോപാലിന്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവുക? അപ്പോൾ ഏത് രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുക? ഇരുവരെയും കൊണ്ടൊരു സമവായത്തിൽ എത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്കായിരിക്കുമോ ഹൈക്കമാൻഡ് ഇന്ന് കടക്കുക? ധനസുമോദ്. ജിൽസി ചോദിച്ചത് ഒരു 1 മില്യൺ ചോദ്യം തന്നെയാണ്. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ഇന്ന് ഡൽഹിയിൽ ഇന്നലെയും നടന്നത്, ഇന്നും നടക്കുന്നത്. ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്രത്യേകത ഈ 3 നേതാക്കന്മാരും ഒരുമിച്ച് ചർച്ചയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും അവരുടെ ക്യാമ്പുകളും അവരുടെ അനുയായികളും നടത്തിയൊരു ചർച്ചകളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നേതാക്കന്മാർ ഈ 3 സിംഹങ്ങൾ ഒരുമിച്ച് വന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഡൽഹി കേരള ഹൗസിലാണ് നിൽക്കുന്നത്. ഈ ഡൽഹി കേരള ഹൗസിൽ 2 പേരാണ് താമസിക്കുന്നത്. ഒന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രണ്ടാമത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരാണ് താമസിക്കുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. മൂവരും ഒരുമിച്ച് ഒരു മേൽക്കൂരയ്ക്ക് കീഴിലില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇവിടെ ഇനിയിപ്പോൾ ഏറ്റവും നിർണായകമാകുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു തീരുമാനം തന്നെയായിരിക്കും. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യത്തിൽ 3 പേർക്കും 3 തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണുള്ളത്. KC വേണുഗോപാൽ വിഭാഗം അദ്ദേഹത്തിനോട് പിന്തുണക്കുന്നവർ പറയുന്നത് അദ്ദേഹം ഏറ്റവും കൂടുതൽ അംഗബലം ആൾക്കാർ ഈ MLA-മാർ പിന്തുണക്കുന്നത് അദ്ദേഹത്തിനാണ്. അതേസമയം രമേശ് ചെന്നിത്തല പറയുന്നു ഏറ്റവും മികച്ച സീനിയർ ഭരണപരിചയമുള്ള രമേശ് ചെന്നിത്തലയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ആണ് സാധ്യത എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ വി.ഡി. സതീശൻ അനുകൂല തരംഗമാണ് കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഡൽഹിക്കാരനായ ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മളോട് ചോദിക്കുകയായിരുന്നു, സതീശൻ ഹവ ആണോ, അതായത് സതീശൻ തരംഗമാണോ കേരളത്തിൽ അലയടിക്കുന്നത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. കാര്യം അങ്ങിങ്ങായി അനുകൂല പ്രകടനം നടക്കുന്നു. മാത്രമല്ല നേതാക്കന്മാരുടെ അണികൾ പരസ്പരം പോരടിച്ചുകൊണ്ട് അവരുടെ ഫ്ലെക്സുകളിൽ കരിയോയിൽ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഒരു കാരണവശാലും പോകരുത്. ഈ തരത്തിലുള്ള പ്രകടനം നടത്തുകയാണെങ്കിൽ ഒരു അച്ചടക്ക നടപടിയുടെ വാൾ വീശിക്കൊണ്ടാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നിന്നിരിക്കുന്നത്. പക്ഷേ എത്ര അച്ചടക്ക നടപടി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന രീതിയിലാണ് അണികൾ നിൽക്കുന്നത്, നേതാക്കന്മാർ നിൽക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, ഇവർ വന്നിട്ട് രാവിലെ 10:30 തന്നെ ചർച്ച തുടങ്ങാമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ വിജയുടെ മുഖ്യമന്ത്രിയായ അദ്ദേഹം ചുമതലയേൽക്കുകയാണ്, സത്യപ്രതിജ്ഞയാണ്. ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായി മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചെന്നൈക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ 2 പേരും പോയി വന്നതിന് ശേഷം മാത്രമായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച നടത്തിയിരിക്കുന്നത്. നിരീക്ഷകർ ഇന്നലെ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അവർ ഘടകകക്ഷികളുടെ അഭിപ്രായം റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരുന്നില്ല, മറിച്ച് പ്രത്യേക അവരുടെ വാക്കാലുള്ള ഒരു ആശയമാണ് അവർ പറഞ്ഞത്. കാരണം പല ഘടകകക്ഷികളും നിങ്ങൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഒരു നിർദ്ദേശം KC വേണുഗോപാലിന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടക്കുന്ന ഒരു രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാലിനെ എതിർക്കുന്നവർ വ്യാപകമായി ഈ ഒരു നിർദ്ദേശത്തിനെതിരെ ശക്തമായ ഒരു നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 പേരിൽ ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയാൽ പോലും അത് ഇപ്പോൾ സതീശനാണ് നൽകുന്നതെങ്കിൽ അതൊരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടല്ല നൽകുന്നത് എന്ന് മറ്റുള്ളവരെയും കോൺഗ്രസിന്റെ അണികളെയും UDF-നെയും അത് ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. മറിച്ച് KC വേണുഗോപാലിനാണ് നൽകണമെങ്കിൽ ഒരുപക്ഷെ സതീശൻ പറയുന്നത് ഒരു കാരണവശാലും മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ ആ ക്യാബിനറ്റിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിൽക്കും. അതൊരു കീഴടങ്ങലല്ല, പക്ഷേ ഒരു പ്രതിരോധമാണ്, ഒരു മൗനത്തോടു കൂടിയുള്ള ഒരു വെല്ലുവിളിയായിരിക്കും
ആയിരിക്കും അത് എന്ന രീതിയിലാണ് കരുതുന്നത്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും തൻ്റെ ജൂനിയർമാരാണ്. ഒരു കാരണവശാലും താൻ ആ തരത്തിലുള്ള അവരുടെ കീഴിലിരിക്കില്ല എന്നൊരു നിലപാടാണ് ഇദ്ദേഹം രമേശ് ചെന്നിത്തല എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് നേതാക്കന്മാരെയും എങ്ങനെ ഒരു അനുനയത്തിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു രീതി തന്നെയായിരിക്കും ഹൈക്കമാൻഡ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലായാലും രണ്ടുപേരും ഇതിനകം തന്നെ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടത് ഹൈക്കമാൻഡ് പറഞ്ഞാൽ അതിന് അപ്പുറം ഒരു വാക്ക് പോലും അവർ പറയില്ല, അതുപോലെ തന്നെ കേൾക്കും എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ വരും ചർച്ചകൾ, അതായത് ഇത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുക. ശരി സുബോധ്, അങ്ങനെയാണെങ്കിൽ സുബോധ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരമാണെങ്കിൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ഡൽഹിയിലെത്തുന്നു, അവരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവരിൽ ആരാകും മുഖ്യമന്ത്രി എന്നൊരു തീരുമാനത്തിലെത്തുക. അത് അവരുടെ കൂടെ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും, ഒരു സമവായത്തിലെത്തിയ ശേഷമായിരിക്കും. അത് അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കില്ല എന്നുള്ള സൂചനകൾ കൂടി വരികയാണ്. എന്തായാലും കാത്തിരിക്കാം ഹൈക്കമാൻഡ് എന്ത് തീരുമാനത്തിലെത്തുന്നു എന്നുള്ളത്.